നിത്യസ്നേഹം കൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്. മാനുഷിക സ്നേഹം പൊടിഞ്ഞു പോകാം, പക്ഷെ ദൈവസ്നേഹം അറ്റുപോകത്തില്ല. ഹല്ലേലൂയ. അതാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിൽ എന്നെ നിങ്ങളെയും സൂക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ആലയത്തിൻ്റെ ഇതിനകത്തിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ദൈവം കോപിച്ചിരുന്നെങ്കിലോ നമുക്ക് നിലനിൽപ്പില്ലായിരുന്നു. പക്ഷേ നമ്മെ സ്നേഹിച്ച സ്നേഹം നിത്യസ്നേഹമാണ്. അപ്പം ഈ കർത്താവിനെ ഓർക്കുമ്പോൾ, ഈ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമുക്ക് പരാതിപ്പെടാനായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മെ ബലഹീനമാക്കുന്ന അനേക വിഷയങ്ങൾ ജീവിതത്തിൽ വന്നാലും നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം, ദൈവ പൈതലേ, നമ്മുടെ സന്തോഷം കെടുത്തുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിരുവചനത്തിലേക്ക് നിങ്ങൾ തിരിയണം. എന്ത് ചെയ്യും? ദൈവം സന്തോഷം കൊണ്ട് നമ്മെ നിറയ്ക്കും. പൗലോസ് പോലും തൻ്റെ ജീവിതത്തിൽ, സ്തോത്രം, ചങ്ങല കയ്യിൽ കിടക്കുമ്പോഴും പറയാനുള്ളത് സന്തോഷിക്കണം, സന്തോഷിക്കണം, സന്തോഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആരിൽ സന്തോഷിക്കണം? കർത്താവിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും സന്തോഷിക്കാൻ ഒരു വകുപ്പുണ്ട്, ദൈവം തുറന്നിട്ടിട്ടുണ്ട്. അത് ജീവിതത്തിൽ അനുഭവിക്കുന്നവർ മാത്രം ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.